ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CST മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവായി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 7 ഇന്ത്യസ് എൻവയോൺമെന്റൽ എഫേർട്സ്. അതിൽ ചിക്കാഗോ ക്ലൈമറ്റ് എക്സ്ചേഞ്ച് ബ്രാക്കറ്റിൽ CCX, എക്സാൻഡി വേഴ്സസ് എക്സ്പോസ്റ്റ് ക്രെഡിറ്റ്സ്, ഗോൾഡ് സ്റ്റാൻഡേർഡ് ബ്രാക്കറ്റിൽ GS, വോളണ്ടറി കാർബൺ സ്റ്റാൻഡേർഡ് 2007 ബ്രാക്കറ്റിൽ VCS, പിന്നെ ക്ലൈമറ്റിക് കമ്മ്യൂണിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി സ്റ്റാൻഡേർഡ്സ് ബ്രാക്കറ്റിൽ CCBS, സോഷ്യൽ കാർബൺ. ഇത് കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ചിക്കാഗോ ക്ലൈമറ്റ് എക്സ്ചേഞ്ച് ബ്രാക്കറ്റിൽ CCX ആണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. പിന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ISO 14000, പ്ലാസ്റ്റിക് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ്, ദ SAARC ഫുഡ് ബാങ്ക്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ് മാനുഫാക്ചർ ആൻഡ് യൂസേജ് റൂൾസ് 1999 ബ്രാക്കറ്റിൽ ആസ് അമെൻഡഡ് 2003, വേസ്റ്റ്, ദ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2003, കോമ്പോസിഷൻ ഓഫ് വേസ്റ്റ് സെനാരിയോ, ഇന്ത്യൻ സെനാരിയോ. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ പറയാവുന്ന ടോപ്പിക്സ് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന ടോപ്പിക്സിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു നോക്കി കഴിഞ്ഞാൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്പേഴ്സിൽ എന്തെങ്കിലും തെറ്റ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും വന്നു പോവുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ആയതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത്. നമ്മളെല്ലാ വീഡിയോയും ലാസ്റ്റ് ഭാഗത്ത് പറയാറുണ്ട്, പക്ഷെ ഈ ഒരു സെക്ഷൻ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. അതായിരിക്കും അതിൻ്റെ ഒരു ശരി. അപ്പോൾ നിങ്ങൾ ദയവേത് മനസ്സിലാക്കാം. അപ്പോൾ പറയാം ഇമ്പോർട്ടൻ്റ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. 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 ടേബിൾ 7.1 നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. 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 പൊല്യൂട്ടൻസ്, ടൈം വെയ്റ്റഡ് ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, കോൺസെൻട്രേഷൻ ഇൻ ആംബിയന്റ് എയർ, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്. ഫസ്റ്റ് വന്നത് സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2, ടൈം വെയ്റ്റഡ് ആവറേജ് എന്നുള്ളിടത്ത് ആനുവൽ ആവറേജ്. ഇൻഡസ്ട്രിയൽ ഏരിയാസ് 18 UG മീറ്റർ ക്യൂബ്. റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ് 60 UG m ക്യൂബ്. സെൻസിറ്റീവ് ഏരിയാസ് 15 UG m ക്യൂബ്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളിടത്ത് ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 ആനുവൽ ആവറേജ് 80 UG m ക്യൂബ്, 60 UG m ക്യൂബ്, 50 UG m ക്യൂബ്. ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 ആനുവൽ ആവറേജ് 80 UG m ക്യൂബ്, 60 UG m ക്യൂബ്, 50 UG m ക്യൂബ്. ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 ആനുവൽ ആവറേജ് 80 UG m ക്യൂബ്, 60 UG m ക്യൂബ്, 50 UG m ക്യൂബ്. ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. 24 ഹോൾസ് സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 24 ഹോൾസ് 120 UG m ക്യൂബ്, 80 UG m ക്യൂബ്,
30 UgM cube. Sulfur dioxide SO2 24 holes 120 UgM cube, 80 UgM cube, 30 UgM cube. Sulfur dioxide bracket SO2 24 holes 120 UgM cube, 80 UgM cube, 30 UgM cube. ഇത് ബാലൻസ് ഭാഗം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ സൾഫർ ഡയോക്സൈഡ് എന്ന് നമ്മൾ തുടങ്ങിയിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് ഭാഗം. പൊല്യൂട്ടൻസ് ടൈം വെയ്റ്റഡ് ആവറേജ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ ഇൻഡസ്ട്രിയൽ ഏരിയാസ് റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ് സെൻസിറ്റീവ് ഏരിയാസ്. കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ ഇൻഡസ്ട്രിയൽ ഏരിയാസ് residential, rural and other areas, sensitive areas. Concentration in ambient air, industrial areas, residential, rural and other areas, sensitive areas. Last, method of measurement. Pollutants, time weighted average, industrial areas, concentration ambient air, industrial areas, residential, rural and other areas, sensitive areas, method of measurement. ഇനി വരുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആസ് ബ്രാക്കറ്റിൽ NO2 ആനുവൽ ആവറേജ് ടൈം വെയ്റ്റഡ് ആവറേജ് എന്നുള്ളടത്ത് ആനുവൽ ആവറേജ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് 80 UgM ക്യൂബ് റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ് 60 UgM ക്യൂബ് സെൻസിറ്റീവ് ഏരിയാസ് 50 UgM ക്യൂബ്. ജേക്കബ് ആൻഡ് ഹോക്കീസർ മോഡിഫൈഡ് ബ്രാക്കറ്റിൽ arsenite ബ്രാക്കറ്റിൽ മെത്തേഡ്. ജേക്കബ് ആൻഡ് ഹോക്കീസർ മോഡിഫൈഡ് ബ്രാക്കറ്റിൽ arsenite ബ്രാക്കറ്റിൽ മെത്തേഡ്. 24 holes oxides of nitrogen as bracket NO2 24 holes 120 UgM cube, 80 UgM cube, 30 UgM cube. gas phase chemiluminescence gas phase chemiluminescence. Oxides of nitrogen as bracket NO2 24 holes 120 UgM cube, 80 UgM cube, 30 UgM cube. Gas phase chemiluminescence. ഇനി അടുത്തത് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ SPM. സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ SPM. ആനുവൽ ആവറേജ് 360 UgM cube, 140 UgM cube, 70 UgM cube. high volume sampling ബ്രാക്കറ്റിൽ ആവറേജ് ഫ്ലോ റേറ്റ് നോട്ട് ലെസ് ദാൻ 1.1 m cube minute. സസ്പെൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ SPM 24 holes 500 UgM cube, 200 UgM cube, 100 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് നിൽ. respirable annual average 120 UgM cube, 60 UgM cube, 50 UgM cube. Respirable particulate matter sampler. Respirable particulate matter sampler. Respirable annual average 120 UgM cube, 60 UgM cube, 50 UgM cube. Respirable particulate matter sampler. Particulate matter bracketലെ RPM. Particulate matter bracketലെ RPM 24 holes 150 UgM cube, 100 UgM cube, 75 UgM cube. Measurement method of measurement nil. സോറി, ഇതിൽ തെറ്റ് വന്നിട്ടുണ്ട്. പാർട്ടിക്കുലേറ്റ് ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞില്ല. പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM
ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ സോറി കേട്ടോ, നമ്മളത് പറഞ്ഞൊരു തെറ്റുണ്ട്. ഞാൻ റെസ്പിറബിൾ എന്നുള്ളത് മൂന്നാമത്തേല് റെസ്പിറബിള് പാർട്ടിക്കുലേറ്റ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആണ് വായിച്ചു പറഞ്ഞത്. ചിലത് ഒറ്റ സെന്റൻസ് ആണ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM, പിന്നെ വീണ്ടും ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ് എന്നാണ് ശരിക്കും വരുന്നത്. നമ്മൾ പക്ഷെ തെറ്റ് റെസ്പിറബിൾ എന്നുള്ളതും പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. തെറ്റ് പറ്റിയതാണ്, ദയവേത് ക്ഷമിക്കുക. ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഇത് ഒരിക്കൽ കൂടി പറയാണ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UGM3, 60 UGM3, 50 UGM3. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UGM3, 60 UGM3, 50 UGM3. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ 24 ഹോൾസ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്, 24 ഹോൾസ്. 150 UGM3, 100 UGM3, 75 UGM3. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്, 24 ഹോൾസ്. 150 UGM3, 100 UGM3, 75 UGM3. അടുത്തത് ലീഡ് ബ്രാക്കറ്റിൽ PB, ലീഡ് ബ്രാക്കറ്റിൽ PB. ആനുവൽ ആവറേജ് 1.0 UGM3, 0.75 UGM3, 0.75 UGM3, 0.50 UGM3. As method after sampling using EPM 2000 or equivalent filter paper. ASS method after sampling using EPM 2000 or equivalent filter paper. Lead bracket PB 24 holes, 1.5 UGM3, 1 UGM3, 0.75 UGM3. നില്ലാണ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത്. ഇനി അടുത്തത് അമോണിയ 1 ആനുവൽ ആവറേജ് 0.1 mgm3, 0.1 mgm3, 0.1 mgm3. നിൽ മെഷർമെന്റ് എന്നുള്ളത് മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത്. പിന്നെ 24 ഹോൾസ് അമോണിയ 1 24 ഹോൾസ് 0.4 mgm3, 0.4 mgm3, 0.4 mgm3. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നില്ല്. പിന്നെ ഇനി ഇത് ഒരിക്കൽ കൂടി പറയണം. അമോണിയ 1 24 ഹോൾസ് 1.5 UGM3, 1 UGM3, 0.75 UGM3. ആനുവൽ ആവറേജ് 0.1 mgm3, 0.1 mgm3, 0.1 mgm3. 24 ഹോൾസ് 0.4 mgm3, 0.4 mgm3, 0.4 mgm3. ലാസ്റ്റ് വേണ്ടത് കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2, കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2, കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2, കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2.
8 holes 5.0 mgm cube 5.0 mgm cube 2.0 mgm cube 1.0 mgm cube ബ്രാക്കറ്റിൽ നോൺ ഡിസ്പറേറ്റീവ് ഇൻഫ്രാറെഡ് ബ്രാക്കറ്റിൽ NDIR. കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റ് CO2 8 holes 5.0 mgm cube 2.0 mgm cube 1.0 mgm cube നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് ബ്രാക്കറ്റിൽ NDIR. കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റ് CO2 1 hole 10.0 mgm cube 4.0 mgm cube 2.0 mgm cube സ്പെക്ട്രോസ്കോപ്പി. കാർബൺ മോണോക്സൈഡ് 8 holes 5.0 mgm cube 2.0 mgm cube 1.0 mgm cube നോൺ ഡിസ്പെറേറ്റീവ് ഇൻഫ്രാറെഡ് ബ്രാക്കറ്റിൽ NDIR. കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2 1 hole 10.0 mgm cube 4.0 mgm cube 2.0 mgm cube സ്പെക്ട്രോസ്കോപ്പി. കാർബൺ മോണോക്സൈഡ് ബ്രാക്കറ്റിൽ CO2 8 holes 5.0 mgm cube 2.0 mgm cube 1.0 mgm cube നോൺ ഡിസ്പെറേറ്റീവ് ഇൻഫ്രാറെഡ് ബ്രാക്കറ്റിൽ NDIR. 1 hole 10.0 mgm cube 4.0 mgm cube 2.0 mgm cube സ്പെക്ട്രോസ്കോപ്പി. ഇമ്പോർട്ടൻ്റ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ അതിൽ ടേബിൾ 7.1 നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു തെറ്റ് വന്ന്, അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. ടേബിൾ 7.1 നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. പൊല്യൂട്ടൻസ്, ടൈം വെയ്റ്റഡ് ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്. പൊല്യൂട്ടൻസ്, ടൈം വെയ്റ്റഡ് ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്. പൊല്യൂട്ടൻസ്, ടൈം വെയ്റ്റഡ് ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയ കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്. സൾഫർ ഡയോക്സൈഡ്, ഫസ്റ്റ് സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2. ആനുവൽ ടൈം വെയ്റ്റഡ് ആവറേജ് എന്നുള്ളത് ആനുവൽ ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് എന്നുള്ളത് 8 UGM ക്യൂബ്, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ് എന്നുള്ളത് 60 UGM ക്യൂബ്, സെൻസിറ്റീവ് ഏരിയാസ് 50 UGM ക്യൂബ്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 ആനുവൽ ആവറേജ് 80 UGM ക്യൂബ്, 60 UGM ക്യൂബ്, 50 UGM ക്യൂബ്. ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീക്ക് മെത്തേഡ്, അൾട്രാവയലറ്റ് ഫ്ലൂറസെൻസ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 24 holes 120 UGM ക്യൂബ്, 80 UGM ക്യൂബ്, 30 UGM ക്യൂബ്. സൾഫർ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ SO2 24 holes 120 UGM ക്യൂബ്, 80 UGM ക്യൂബ്, 30 UGM ക്യൂബ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബാലൻസ് ഭാഗമായിട്ട് കൊടുത്തേക്കണം. പൊല്യൂട്ടൻസ്, ടൈം വെയ്റ്റഡ് ആവറേജ്, കോൺസെൻട്രേഷൻ ആംബിയന്റ് എയർ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആസ് ബ്രാക്കറ്റിൽ NO2. ടൈം വെയ്റ്റഡ് ആവറേജ്, ആനുവൽ ആവറേജ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് 80 UGM ക്യൂബ്, റെസിഡൻഷ്യൽ റൂറൽ ആൻഡ് അതർ ഏരിയാസ് 60 UGM ക്യൂബ്, സെൻസിറ്റീവ് ഏരിയാസ് 50 UGM ക്യൂബ്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് ജേക്കബ് ആൻഡ് ഹോക്കീസർ മോഡിഫൈഡ് ബ്രാക്കറ്റിൽ ആർസെനൈറ്റ് മെത്തേഡ്. ജേക്കബ് ആൻഡ് ഹോക്കീസർ മോഡിഫൈഡ് ബ്രാക്കറ്റിൽ ആർസെനൈറ്റ് മെത്തേഡ്.
oxides of nitrogen as bracket NO2, annual average 80 UgM cube, 60 UgM cube, 50 UgM cube, Jacob and Hockeysar modified bracket na arsenate method, and oxides of nitrogen as bracket NO2 24 holes, 120 UgM cube, 80 UgM cube, 30 UgM cube, gas phase chemiluminescence. Oxides of nitrogen as bracket NO2 24 holes, 120 UgM cube, 80 UgM cube, 30 UgM cube, gas phase chemiluminescence. ഇനി അടുത്തത് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റ് SPM. ആനുവൽ ആവറേജ് 360 UgM cube, 140 UgM cube, 70 UgM cube, high volume sampling ബ്രാക്കറ്റിൽ ആവറേജ് ഫ്ലോ റേറ്റ് നോട്ട് ലെസ് ദാൻ 1.1 m cube മിനിറ്റ്. സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റ് SPM 24 ഹോൾസ്, 500 UgM cube, 200 UgM cube, 100 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നിൽ. അടുത്തത് റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്, 24 ഹോൾസ്, 150 UgM cube, സോറി ഇവിടെ വീണ്ടും തെറ്റോന്ന് ഒരിക്കൽ കൂടി പറയാണ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UgM cube, 120 UgM cube, 60 UgM cube, 50 UgM cube, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UgM cube, 60 UgM cube, 50 UgM cube, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UgM cube, 60 UgM cube, 50 UgM cube, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്, 24 ഹോൾസ്, 150 UgM cube, 100 UgM cube, 75 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നിൽ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്, 24 ഹോൾസ്, 150 UgM cube, 100 UgM cube, 75 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നിൽ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UgM cube, 60 UgM cube, 50 UgM cube, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. 24 ഹോൾസ്, 150 UgM cube, 100 UgM cube, 75 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നിൽ. റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ ബ്രാക്കറ്റിൽ RPM ബ്രാക്കറ്റിൽ സൈസ് ലെസ് ദാൻ 10 മൈക്രോൺസ്. ആനുവൽ ആവറേജ് 120 UgM cube, 60 UgM cube, 50 UgM cube, റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ സാമ്പിളർ. 24 ഹോൾസ്, 150 UgM cube, 100 UgM cube, 75 UgM cube. മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് നിൽ. അടുത്ത ലീഡ് ബ്രാക്കറ്റിൽ PB. ആനുവൽ ആവറേജ് 1.0 UgM cube, 0.75 UgM cube, 0.50 UgM cube. ASS മെത്തേഡ് ആഫ്റ്റർ
sampling using EPM 2000 or equivalent filter paper. Lead bracket PB, annual average 1.0 UGM cube, 0.75 UGM cube, 0.50 UGM cube. Assess method after sampling using EPM 2000 or equivalent filter paper. Lead bracket PB, 24 holes 1.5 UGM cube, 1.00 UGM cube, 0.75 UGM cube. Method of measurement nil. Lead bracket PB, 24 holes 1.5 UGM cube, 1 UGM cube, 0.75 UGM cube. Method of measurement nil. Ammonia 1. Annual average 0.1 mgm cube, 0.1 mgm cube, 0.1 mgm cube. Method of measurement nil. Ammonia 1 annual average 0.1 mgm cube, 0.1 mgm cube, 0.1 mgm cube. Method of measurement nil. 24 holes ammonia 1 24 holes 0.4 mgm cube, 0.4 mgm cube, 0.4 mgm cube. Method of measurement nil. Ammonia 1 24 holes 0.4 mgm cube, 0.4 mgm cube, 0.4 mgm cube. Method of measurement nil. Last one is carbon monoxide bracket CO2. Carbon monoxide bracket CO2. Carbon monoxide bracket CO2. 8 holes 5.0 mgm cube, 2.0 mgm cube, 1.0 mgm cube. Method of measurement non-dispersive infrared bracket NDIR. Carbon monoxide bracket CO2. 8 holes 5.0 mgm cube, 2.0 mgm cube, 1.0 mgm cube. Non-dispersive infrared bracket NDIR. Carbon monoxide CO2 1 hole 10.0 mgm cube, 4.0 mgm cube, 2.0 mgm cube. Spectroscopy. Carbon monoxide bracket CO 1 hole 10.0 mgm cube, 4.0 mgm cube, 2.0 mgm cube. Spectroscopy. Carbon monoxide bracket CO 1 hole 10.0 mgm cube, 4.0 mgm cube, 2.0 mgm cube. Spectroscopy. Carbon monoxide bracket CO2 8 holes 5.0 mgm cube, 2.0 mgm cube, 1.0 mgm cube. Non-dispersive infrared bracket NDIR. Non-dispersive infrared bracket NDIR. Carbon monoxide CO bracket 1 hole 10.0 mgm cube, 4.0 mgm cube, 2.0 mgm cube. Spectroscopy. ഇനി താഴെയുള്ള സെന്റൻസ് വായിക്കാണ്. സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുന്നത് ആനുവൽ അരിത്തമാറ്റിക് മീൻ ഓഫ് മിനിമം 104 മെഷർമെന്റ് ഇൻ എ ഇയർ ടേക്ക് ഇറ്റ് ട്വൈസ് എ വീക്ക് 24 wholly at uniform interval. First, annual arithmetic mean of minimum 104 measurement in a year taken twice a week 24 wholly at uniform interval. Annual arithmetic mean of minimum 104 measurement in a year taken twice a week 24 wholly at uniform interval. Second, 24 wholly 8 wholly value should be met 98% of the time in a year. However, 2% of the time it may exceed but not on 2 consecutive days. Second, 24 wholly 8 wholly value should be met
Second, 24 wholly, 8 wholly value should be met 98% of the time in a year. However, 2% of the time it may exceed but not an 2 consecutive days. Second, 24 wholly, 8 wholly value should be met 98% of the time in a year. However, 2% of the time it may exceed but not on 2 consecutive days. First, the annual arithmetic mean of minimum 104 measurement in a year taken twice a week, 24 wholly at a uniform interval. Second, 24 wholly, 8 wholly value should be met 98% of the time in a year. However, 2% of the time it may exceed but not on 2 consecutive days. First, annual arithmetic mean of minimum 104 measurement in a year taken twice a week, 24 wholly at a uniform interval. Second, 24 wholly, 8 wholly values should be met 98% of the time in a year. However, 2% of the time it may exceed but not on 2 consecutive days. Important environmental standards in India. Table 7.1 നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ടേബിൾ 7.2 ആണ് ഇനി പറയാനുള്ളത്. വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ. ടേബിൾ 7.2 വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ. ടേബിൾ 7.2 വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ. ഫസ്റ്റ്, designated best use, class of water criteria. Designated best use, class of water criteria. Designated best use, class of water criteria. First വന്നത് designated best use എന്നുള്ളത് drinking water source without conventional treatment but after disinfection. Drinking water source without conventional treatment but after disinfection. Class of water എന്നുള്ളത് A criteria എന്നുള്ളത് ഫസ്റ്റ്. Total coliforms organism MPN 100 ml shall be 50 or less. Second, pH between 6.5 and 8.5. 3 dissolved oxygen 60 mg L or more. For biochemical oxygen demand 5 days 20 degrees Celsius 2 mg L or less. Drinking water source without conventional treatment but after disinfection. A first, total coliforms organism MPN 100 ml shall be 50 or less. Second, pH between 6.5 and 8.5. Third, dissolved oxygen 6 mg L or more. For biochemical oxygen demand 5 days 20 degrees Celsius 2 mg L or less. For biochemical oxygen demand 5 days to 20 degrees Celsius 2 mg L or less. Now, outdoor batching bracket organized. B first, total coliforms organism MPN 100 ml shall be 500 or less. pH between 6.5 and 8.5. Dissolved oxygen 5 mg L or more. Second, biochemical oxygen demand 5 days 20 degrees Celsius 3 mg L or less. Third, drinking water source water conventional treatment and disinfection. C first, total coliforms organism MPN 100 ml shall be 5000 or less. pH between 6 to 9. Dissolved oxygen 4 mg L or more. Second, biochemical oxygen demand 5 days 20 degrees Celsius 3 mg L or less. Fourth, propagation of wildlife and fisheries. D first, pH between 6.5 to 8.5. Dissolved oxygen 4 mg L or more. Second, free ammonia bracket as capital N 1.2 mg L or less.
Last, irrigation industrial cooling controlled waste disposal. Irrigation industrial cooling controlled waste disposal. E. First, pH between 6.0 to 8.5. Second, electrical conductivity at 25 degree Celsius micro MHOS CM max 2250. 3. Sodium absorption ratio max 26. 4. Boron max 2 mg/L. Below E. Not meeting ABCD and E criteria. Below E. Not meeting ABCD and E criteria. Irrigation industry cooling controlled waste disposal. E. First, pH between First, pH between 6.0 to 8.5. Second, electrical conductivity at 25 degrees Celsius micro MHOS CM max 2250. Third, sodium absorption ratio max 26. 4. Boron max 2 mg/L. Below E. Not meeting ABCD and E criteria. Irrigation industry cooling controlled waste disposal. E. First, pH between 6.0 to 8.5. Second, electrical conductivity at 25 degrees Celsius micro MHOS CM max 2250. Third, sodium absorption ratio max 26. 4. Boron max 2 mg/L. Below E. Not meeting ABCD and E criteria. ഇതിൽ ഇറിഗേഷൻ ഇൻഡസ്ട്രി കൂളിംഗ് കൺട്രോൾഡ് വേസ്റ്റ് ഡിസ്പോസൽ ക്ലാസ് ഓഫ് വാട്ടർ ഇ. അതിൽ ഫസ്റ്റ് പറഞ്ഞു pH ബിറ്റ്വീൻ 6.0 to 8.5 എന്ന് പറയണ്ടല്ലോ. അതിൽ pH കഴിഞ്ഞിട്ട് BTWWN എന്നാണ്. അതെനിക്ക് തോന്നുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ശരിക്കും ബിറ്റ്വീൻ ആണ്. അതിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, പ്രൊപ്പഗേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഫിഷറീസ് ക്ലാസ് ഓഫ് വാട്ടർ ഡി എന്നുള്ളടത്ത് ഫസ്റ്റ് പോയിന്റ് pH ബിറ്റ്വീൻ 6.5 to 8.5 ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നുള്ളടത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബിറ്റ്വീൻ എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഇറിഗേഷൻ ഇൻഡസ്ട്രി കൂളിംഗ് കൺട്രോൾഡ് വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ളടത്ത് വന്നപ്പോൾ pH BTWWN എന്നാണ് വന്നേക്കുന്നത്. അപ്പം അതൊന്ന് ദയവേത് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പം നമ്മൾ ബിറ്റ്വീൻ തന്നെ വായിച്ചാണ് പോയേക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ്. എന്തായാലും BTWWN എന്നുള്ള വേർഡ്സ് എന്തായാലും ഇല്ലല്ലോ. അപ്പം വാട്ടർ ടേബിൾ 7.2 വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടേബിൾ 7.2 വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ അതിൽ ഈ ഫസ്റ്റ് ഡെസിഗ്നേറ്റഡ് ബെസ്റ്റ് യൂസ് എന്നുള്ളത് വെറുതെ ഒന്ന് വായിക്കാണ്. ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് വിത്തൗട്ട് കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് ബട്ട് ആഫ്റ്റർ disinfection, outdoor batching, bracket organized. Drinking water source after conventional treatment and disinfection. Propagation of wildlife and fisheries. Last, irrigation industry cooling controlled waste disposal. ഇത്രയാണ് ഇതിൽ വരുന്നത്. നമ്മൾ വെറുതെ ഒന്ന് വായിച്ചെന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 7.3 നോയ്സ് സ്റ്റാൻഡേർഡ്സ്. ടേബിൾ 7.3 നോയ്സ് സ്റ്റാൻഡേർഡ്സ് അതിലെ നോയ്സ് ലിമിറ്റ്സ് ഫോർ ഓട്ടോമൊബൈൽസ് ബ്രാക്കറ്റ് ഫ്രം അറ്റ് 7.5 മീറ്റർ ഇൻ dBA at the manufacturing stage. Noise limits for automobiles bracket from at 7.5 meter in dBA at the manufacturing stage. Noise limits for automobiles bracket from at 7.5 meter in dBA at the manufacturing stage. Number 5 വരെ വരുന്നുണ്ട്. ഓട്ടോമൊബൈൽ ഫസ്റ്റ് ഓട്ടോമൊബൈൽ നോയ്സ് ലിമിറ്റ്സ് ബ്രാക്കറ്റിൽ ഇൻ dBA. ഓട്ടോമൊബൈൽ നോയ്സ് ലിമിറ്റ് ബ്രാക്കറ്റിൽ ഇൻ dBA. ഫസ്റ്റ് മോട്ടോർ scooters and three-wheelers 80. First motorcycle, scooters and three-wheelers 80. Second passenger cars 80 to
passenger cars 82, 3 passenger commercial vehicles up to 4 ton 85, 4 passenger commercial vehicles above 4 ton and up to 12 ton 89, 5 passenger or commercial vehicles exceeding 12 ton 91, 5 passenger or commercial vehicles exceeding 12 ton 91. ഇനി ബി വരുന്നത് ബി ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആൻഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് അറ്റ് ദ മാനുഫാക്ചറിംഗ് സ്റ്റേജ്. ബി ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആൻഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് അറ്റ് ദ മാനുഫാക്ചറിംഗ് സ്റ്റേജ്. നമ്പർ ഓട്ടോമൊബൈൽ നോയ്സ് ലിമിറ്റ്സ് ബ്രാക്കറ്റിൽ ഇൻ DBA. നമ്പർ ഓട്ടോമൊബൈൽ നോയ്സ് ലിമിറ്റ്സ് ബ്രാക്കറ്റിൽ ഇൻ DBA. ഫസ്റ്റ് വിൻഡോ എയർ കണ്ടീഷണേഴ്സ് ഓഫ് 1.5 ton 68. ഫസ്റ്റ് വിൻഡോ എയർ കണ്ടീഷണേഴ്സ് ഓഫ് 1.5 ton 68. സെക്കൻഡ് എയർ കൂളേഴ്സ് 60. 3 റെഫ്രിജറേറ്റേഴ്സ് 46. 4 ഡീസൽ ജനറേറ്റർ ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ് 85, 90. 5 compactors ബ്രാക്കറ്റ് റോളേഴ്സ് ഫ്രണ്ട് ലോഡേഴ്സ് concentrate mixers cranes bracket movable vibrators and serves 75. 5 compactors bracket rollers front loaders concentrate mixers cranes bracket movable vibrators and serves 75. 5 compactors bracket rollers front loaders concentrate mixers cranes bracket movable vibrators and serves bracket 75. Table 7.3 noise standards a noise limits for automobiles bracket from at 7.5 meter in dBA at the manufacturing stage. പിന്നെ അതിൽ വരുന്നത് ഫസ്റ്റ് മോട്ടോർസൈക്കിൾ സ്കൂട്ടേഴ്സ് ആൻഡ് 3 wheelers, സെക്കൻഡ് പാസഞ്ചർ കാർസ്, തേർഡ് പാസഞ്ചർ ഓർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അപ് ടു 4 ton, 4 passenger or commercial vehicles above 4 ton and up to 12 ton, 5 passenger or commercial vehicles exceeding 12 ton. പിന്നെ ബി വരുന്നത് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആൻഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് അറ്റ് ദ മാനുഫാക്ചറിങ് സ്റ്റേജ്. അതിൽ ഓട്ടോമൊബൈൽ എന്നുള്ളടത്ത് ഫസ്റ്റ് വിൻഡോ എയർ കണ്ടീഷണേഴ്സ് ഓഫ് 1.5 ton, second air coolers, third refrigerators, 4 diesel generator for domestic purposes, 5 compactors bracket rollers front loaders concentrate mixers cranes bracket movable vibrators and saws. പറയാണ് ടേബിൾ 7.4 vehicular exhaust. ടേബിൾ 7.4 vehicular exhaust. ടേബിൾ 7.4 vehicular exhaust. അതിലെ emission norms for passenger cars. emission norms for passenger cars. emission norms for passenger cars. norms CO bracket GKM, HC plus NOx bracket GKM. norms CO bracket GKM, HC plus NOx bracket GKM. norms 1991 norms 14.3, 27.1, 2.0 bracket only HC. 1991 norms 14.3, 27.1, 2.0 bracket only HC. 1996 norms 8.68, 12.40, 3 4.36. 1998 norms 4.34, 6.20, 1.50, 2.80. India State 2000 norms 2.72, 0.97. Bharat Stage 2 2.2, 0.5. Bharat Stage 3 2.3, 0.35 bracket combined. Bharat Stage 4 1.0, 0.18 bracket combined. Table 7.4 vehicular exhaust. A emission norms for passenger cars. In B
emission norms for heavy diesel vehicles. B. Emission norms for heavy diesel vehicles. Norms CO bracket G KMH, HC bracket G KMH, NOx bracket G KMH, PM bracket G KWH. Norms CO bracket G KMH, HC bracket G KMH, NOx bracket G KMH, PM bracket G KWH. Norms CO bracket G KMH, HC G bracket G KMH, NOx bracket G KMH, PM bracket G KWH. First 1991 norms. 1991 norms 14 3.5 18 nil. 1991 norms 14 3.5 18 nil. 1996 norms 11.2 2.4 14.4 nil. 1996 norms 11.2 2.4 14.4 nil. India stage 2000 norms 4.5 1.1 8.0 0.36. India stage 2000 norms 4.5 1.1 8.0 0.36. Bharat stage 2 4.0 1.1 7.0 0.15. Bharat stage 3 2.1 1.6 5.0 0.10. Bharat stage 4 1.5 0.96 3.5 0.02. Bharat stage 4 1.5 0.96 3.5 0.02. ഇനി C emission norms for 2x3 wheeler. C emission norms for 2x3 wheeler. Norms CO bracket GKM, HC plus NOx bracket GKM. Norms CO bracket GKM, HC plus NOx bracket GKM. First another norms 1991 norms 1230 812 bracket only HC. 1991 norms 1230 812 bracket only HC. 1991 norms 1230 812 bracket only HC. 1996 norms 4.5 3.6. India stage 2000 forms 2.0 2.0. Bharat stage 2 1.6 1.5. Bharat stage 3 1.0 1.0. Bharat stage 3 1.0 1.0. ഇപ്പോൾ ടേബിൾ 7.4 വെഹിക്കുലാർ എക്സ്ഹോസ്റ്റിൽ നമുക്ക് ഈ എന്താ പറയുക വേർഡ്സ് പറയാം. വേർഡ്സ് അല്ല, നോംസ് പറയാം. അതിൽ നോംസ് പറയണമെങ്കിൽ മുന്നേ എമിഷൻ നോംസ് ഫോർ പാസഞ്ചർ കാർസ് എന്നുള്ളടത്ത് നോംസിൽ 1991 നോംസ്, 1996 നോംസ്, 1998 നോംസ്, ഇന്ത്യ സ്റ്റേജ് 2000 നോംസ്, ഭാരത് സ്റ്റേജ് 2, ഭാരത് സ്റ്റേജ് 3, ഭാരത് സ്റ്റേജ് 4. ബി എമിഷൻ നോംസ് ഫോർ ഹെവി ഡീസൽ വെഹിക്കിൾസ്. നോംസ് എന്നുള്ളടത്ത് 1991 നോംസ്, 1996 നോംസ്, ഇന്ത്യ സ്റ്റേജ് 2000 നോംസ്, ഭാരത് സ്റ്റേജ് 2, ഭാരത് സ്റ്റേജ് 3, ഭാരത് സ്റ്റേജ് 4. സി എമിഷൻ നോംസ് ഫോർ 2x3 വീലർ. നോംസ് എന്നുള്ളടത്ത് 1991 നോംസ്, 1996 നോംസ്, ഇന്ത്യ സ്റ്റേജ് 2000 നോംസ്, ഭാരത് സ്റ്റേജ് 2, ഭാരത് സ്റ്റേജ് 3. അപ്പോൾ ടേബിൾ 7.4 വെഹിക്കുലാർ എക്സോസ്റ്റിൽ എ എമിഷൻ നോംസ് ഫോർ പാസഞ്ചർ കാർസ്, ബി എമിഷൻ നോംസ് ഫോർ ഹെവി ഡീസൽ വെഹിക്കിൾസ്, സി എമിഷൻ നോംസ് ഫോർ 2x3 വീലർ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 7.5 ഓട്ടോ ഫ്യൂവൽ ക്വാളിറ്റി. ടേബിൾ 7.5 ഓട്ടോ ഫ്യൂവൽ ക്വാളിറ്റി. ഇന്ത്യൻ ഡീസൽ ആൻഡ് ഗ്യാസ് ലൈൻ സ്പെസിഫിക്കേഷൻ.
Indian diesel and gasoline specification. Indian diesel and gasoline specification. Indian diesel and gasoline specification. Diesel specification. Diesel specification. Diesel specification. Year 1996, 2000, 2005, 2010. Year cetane. Year cetane NO MIN. Cetane NO MIN 45, 48, 48, 51. Cetane NO MIN 45, 48, 48, 51. Sulfur percentage W by W max 0.50, 0.25, 0.25 bracket metro 0.05, 0.035. Sulfur percentage W by W max 0.50, 0.25, 0.25 metro 0.05, 0.035. Distillation T95. Nil 370, 360. Polyaromatic, last polyaromatic nil 11. Polyaromatic nil 11. Distillation T95 nil 370, 370, 360. Distillation T95 nil 370, 370, 360. Polyaromatic nil 11. Polyaromatic nil 11. ഇനി അടുത്തത് ഗ്യാസ് സ്പെസിഫിക്കേഷൻ. RVP at 38 DEG/C KPa 3570 nil 3560 60. RVP at 38 DEG/C KPa 3570 nil 3560 60. RVP at 38 DEG/C KPa 3570 nil 3560 60. ബെൻസീനി ക്യാപിറ്റൽ ആണ് മൊത്തം. BN ZDNE ബെൻസീനി പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ്. ബെൻസീനി പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ് 5.0 5.0 3.0 metro 3.0 ബ്രാക്കറ്റിൽ ഓൾ 1.0 ബ്രാക്കറ്റിൽ metro. ബെൻസീനി പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ് 5.0 5.0 3.0 metro 3.0 ബ്രാക്കറ്റിൽ ഓൾ 1.0 ബ്രാക്കറ്റിൽ metro. ഇനി അടുത്തത് ലീഡ് GM3 മാക്സ്. ലീഡ് GM3 മാക്സ് 0.50% ബ്രാക്കറ്റിൽ ലോ PB 0.013 0.013. ലീഡ് GM3 മാക്സ് 0.50% ബ്രാക്കറ്റിൽ ലോ PB 0.013% unleaded 0.030 0.030. Lead GM3 max 0.50% ബ്രാക്കറ്റിൽ ലോ PB 0.030% ബ്രാക്കറ്റിൽ unleaded 0.030 0.030. ലീഡ് GM3 max 0.50% ബ്രാക്കറ്റിൽ ലോ PB 0.030 0.030. ലീഡ് GM3 max 0.50%
ബ്രാക്കറ്റിൽ ലോ PB 0.030%, unleaded 0.030, 0.030. Lead GM3 max 0.50%, ബ്രാക്കറ്റിൽ ലോ PB 0.030%, unleaded 0.030, 0.030. ഇനി അടുത്തത് സൾഫർ പെർസെൻറ്റേജ് ബൈ മാക്സ് സൾഫർ പെർസെൻറ്റേജ് ബൈ മാക്സ് 0.10, ബ്രാക്കറ്റിൽ അൺലീഡഡ് 0.20, ലീഡഡ് 0.10, 0.05. സൾഫർ പെർസെൻറ്റേജ് ബൈ മാസ് 0.10, അൺലീഡഡ് 0.20, ലീഡഡ് 0.10, 0.05. സൾഫർ പെർസെൻറ്റേജ് ബൈ മാസ് 0.10, അൺലീഡഡ് 0.20, ലീഡഡ് 0.10, 0.05. പിന്നെ ആരോമാറ്റിക്സ് പെർസെൻറ്റേജ് V/V മാക്സ്, ആരോമാറ്റിക്സ് പെർസെൻറ്റേജ് V/V മാക്സ് നിൽ 45. ആരോമാറ്റിക്സ് പെർസെൻറ്റേജ് V/V മാക്സ് നിൽ 45. ഓക്സിജൻ പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ് നിൽ 2.0. ഓക്സിജൻ പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ് നിൽ 2.0. ടേബിൾ 7.5 ഓട്ടോ ഫ്യൂൽ ക്വാളിറ്റിയിൽ ഇന്ത്യൻ ഡീസൽ ആൻഡ് ഗ്യാസ്ലൈൻ സ്പെസിഫിക്കേഷൻ, ഡീസൽ സ്പെസിഫിക്കേഷൻ അതിൽ ഇയർ എന്നുള്ളടത്ത് സിറ്റൈൻ നോ മീൻ സൾഫർ പെർസെൻറ്റേജ് W മാക്സ്, ഡിസ്റ്റിലേഷൻ T95, പോളി ആരോമാറ്റിക്, ഇത്രയാണ് പറഞ്ഞത്. പിന്നെ ഗ്യാസ് ലൈൻ സ്പെസിഫിക്കേഷനിൽ RVP at 38 DG CKPA, ബെൻസീനി BN ZDNE, പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ്, ലീഡ് GM3 മാക്സ്, സൾഫർ പെർസെൻറ്റേജ് ബൈ മാക്സ്, ആരോമാറ്റിക് പെർസെൻറ്റേജ് V/V മാക്സ്, ഓക്സിജൻ പെർസെൻറ്റേജ് ബൈ വോൾ മാക്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓട്ടോ ഫ്യൂവൽ ക്വാളിറ്റി ടേബിൾ 7.5 ഓട്ടോ ഫ്യൂവൽ ക്വാളിറ്റിയിൽ ഡീസൽ സ്പെസിഫിക്കേഷനും ഗ്യാസ് ലൈൻ സ്പെസിഫിക്കേഷനും ആണ് വരുന്നത്. ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പറ്റാന്ന് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക ദയവേത്. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാവുന്ന ടോപ്പിക്സ് പറയാം. ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ചാപ്റ്റർ 7 ഇന്ത്യസ് എൻവയോൺമെന്റൽ എഫേർട്സ് എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 8 ഡാറ്റ ടേബിൾസ്. ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി. ടേബിൾ 8.2 റെക്കോർഡഡ് പ്ലാന്റ് സ്പേസസ്. Table 8.3 wild relatives of crop plants in India. Table 8.4 Indian native breeds of domesticated animals. Table 8.5 major multilateral environment agreements (MEAS) ratified by India. Table 8.6 state-wise details of the protected area network. ടേബിൾ 8.7 ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥത്തോടെ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം അതൊന്ന് ദയവേത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ എഡിറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നതും ഈ സോങ്സ് മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം.
പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പരമാവധിയൊക്കെ ടോപ്പിക്സുകളൊക്കെ. ബാക്കി നിങ്ങൾ വ്യൂവേഴ്സിന്റെ താല്പര്യമാണ്. പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ ഇത് എന്തുമാത്രം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ താല്പര്യം. പിന്നെ നമ്മൾ 1 ടൈം എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ കുറച്ച് 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. 2 വീഡിയോ എന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ 1 ടൈം എക്സ്പ്ലനേഷൻ ചെയ്ത് തുടങ്ങിയിട്ട്. അതിന് മുന്നൊക്കെ നമ്മൾ 3 ടൈം ആയിട്ട് പറയുമായിരുന്നു. 3 പ്രാവശ്യം വെച്ച് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ലായിരുന്നു. 3 ടൈംസ് വെച്ച് വായിച്ചു പോകുമായിരുന്നു. അപ്പം ടൈം ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഈ രീതിയിലോട്ടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബുക്കിൻ്റെ തിക്നെസ് ഒക്കെ ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.